ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മസേനയെ കായ്വൽക്കരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എൻ്റെ ഒരു അഭിപ്രായ വീഡിയോ ആണ്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അവരവരുടെ അടയാളങ്ങൾ പ്രദർശിപ്പിക്കുക ഒരു സ്വാഭാവികമാണ്. അതിനെ ഒരു പർവ്വതീകരിച്ച് ഇത് കാണിച്ച് അവരവരുടെ കളറ് മാറ്റി അവർ മൊത്തം കാവ്യാക്കി. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയല്ല, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞവരല്ല, ഞാൻ ഒരു സ്വതന്ത്ര ആളാന്ന് വിചാരിച്ചാൽ മതി. കാരണം ഇതിലുള്ള എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായം ഞാൻ അതിനെപ്പറ്റി പറയുകയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ കാവ്യവൽക്കരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പച്ച മാറ്റി കാവ്യാക്കി. ഓക്കെ, ആ കാവ്യം മാറ്റി ആ കാവ്യ വസ്ത്രത്തിൽ അവർക്ക് നല്ലതുപോലെ പണിയെടുക്കാൻ കഴിയുമെങ്കിൽ പണിയെടുത്തോട്ടെന്നേ. അവർ ജോലി ചെയ്യട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്നേ. അതിന് നമ്മൾ കാവ്യ നിറം എന്തിനാണ് അതിനെ കാണുന്നത്? ഇപ്പം മുസ്ലിങ്ങൾക്ക് വെള്ള വസ്ത്രം മാത്രം ധരിച്ച് നിസ്കരിക്കാവൂ എന്നില്ല. അവരുടെ പള്ളിയിൽ ഏത് വസ്ത്രം ധരിച്ചും അവർക്ക് അവർത്ത് മാറണം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു നിയമവുമില്ല. അപ്പം ഏത് കളർ, പണ്ട് കാലത്തൊന്നും കളറൊന്നും നമ്മളാരും കളറിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പൊ വന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓരോ കളർ അവർ ചൂസ് ചെയ്ത് അതിനെന്താ ആയിക്കോട്ടെ എന്ന്, അതെല്ലാ കളർ എല്ലാവരും ഉപയോഗിക്കട്ടെ എന്ന്. അപ്പോൾ ഹരിതകർമ്മസേനയുടെ നിറം പച്ച നിറം മാറ്റി കാവ്യ ആക്കി അതിൽ പണിയെടുത്ത് അവർ നല്ല ജോലി ചെയ്യാൻ അവർക്ക് കഴിയുമെങ്കിൽ, അവർക്ക് ഒരു ഊർജ്ജം കിട്ടുമെങ്കിൽ അവർ ചെയ്തോട്ടെ എന്ന്. നമ്മളെന്തിനാ അതിന്റെ പുറകിൽ പോകുന്നത്? പിന്നെ നമ്മുടെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പം അടുത്ത ഭരണം വരുമ്പം, ഇടതുപക്ഷം വരുമ്പോൾ അവർ ചിലപ്പോൾ ചുമപ്പാക്കും. ആയിക്കോട്ടെ എന്ന്, അവർ പണിയെടുക്കട്ടെ. നമുക്കെന്താ? നമുക്ക് അവിടുത്തെ പണി നടന്നാൽ പോരെ, നല്ല ജോലി നടന്നാൽ പോരെ. ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ നിരൂപിക്കുക. അല്ലാതെ വസ്ത്രത്തിലും നിറത്തിലൊന്നും ഒരു കാര്യമില്ലെന്നേ. ഇതൊക്കെ മനുഷ്യന് വെറുതെ തോന്നലാ. അതായത് അവർ മൊത്തം കാവ്യായിപ്പോയി, ഇന്ത്യ മൊത്തം കാവ്യായിപ്പോയി, ഒന്നുമില്ല, അതിലൊന്നും ഒന്നുമില്ല, ഒരു കാര്യമില്ല. അപ്പം നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക, നമുക്ക് നല്ലതേ വരൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇടതുപക്ഷ സർക്കാർ അവരും നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അവർ പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്, അവരുടെ ഫ്ലെക്സുകളും വെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ സാറിന്റെ വലിയ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും എല്ലാവരും പറയും, അതൊക്കെ വെറുതെ പറയുന്നതാണ്, അതിലൊന്നും ഒരു കാര്യമില്ല. അതോ അവർ ഭരിക്കുന്ന ഏത് പാർട്ടി വന്നാലും ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു പോളിസി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കോൺഗ്രസ് സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് ആക്കിയല്ലോ ബസ്, വേണാട് ബസ്, അത് പ്രിയദർശിനി എന്നാക്കി. എന്താ പ്രിയദർശിനി ഇന്ദിരാഗാന്ധിയുടെ പേരാണ്. ഇന്ദിരാഗാന്ധി കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ആളായിരുന്നു. രക്തസാക്ഷിത്വം വരിച്ചു മരിച്ചു. അതുപോലെ അവരുടെ പേരിൽ, അവരുടെ നാമധേയത്തിൽ അവർ ഒന്ന് വെച്ച് എല്ലാത്തിനും ഇങ്ങനെ നമ്മൾ വസ്ത്രത്തിലും ഇതിലും നമ്മൾ നിരൂപിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ. അപ്പോൾ നമുക്കെന്താ, നമ്മുടെ പ്രവൃത്തികൾ നന്നായിരിക്കണം. കളറിലൊന്നും ഒരു കാര്യമില്ല. ഏത് കളറിട്ടും നമുക്ക് എന്ത് ജോലിയും ചെയ്യാം, നിസ്കരിക്കാം, പള്ളിയിൽ പോകാം, അമ്പലത്തിൽ പോകാം, എല്ലാത്തിലും എവിടെയും പോകാം. അതിലൊന്നും ഒരു തടസ്സവും ഇല്ല. എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ അതെ. ഒരു നിറത്തിൽ എന്തിരിക്കുന്നു? നമ്മുടെ ജോലിയിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കർമ്മത്തിലും ഒക്കെയാണ് നൽപ്പ്, അല്ല വേറെ ഒന്നുമില്ല. എനിക്ക് ഇത്രയും പറയാനുള്ളൂ.